ആകാശവാണി വാർത്താവീക്ഷണം. ഭൂമിയുടെ നിലനിൽപ്പിന് സമുദ്ര ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടണം. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമപ്രവർത്തകൻ. അവതരണം സുവർണ. ജീവൻ നിലനിർത്തുന്ന എല്ലാ ജലവ്യവസ്ഥകളും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന ഓർമ്മപ്പെടുത്തലോടെ ഈ വർഷത്തെ ലോക സമുദ്രദിനം ജൂൺ 8 സമുചിതമായി ആഘോഷിക്കപ്പെട്ടു. സമുദ്രങ്ങളുടെ മഹത്വത്തെയും അവ നൽകുന്ന സാമ്പത്തിക, പാരിസ്ഥിതിക സേവനങ്ങളെയും ആദരിക്കുന്ന വാർഷിക ആഘോഷമാണ് ലോക സമുദ്രദിനം. സമുദ്രങ്ങളുടെയും അവ ഉൾക്കൊള്ളുന്ന ആവാസ വ്യവസ്ഥയുടെയും ദുരവസ്ഥയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂൺ 8 ലോക സമുദ്രദിനമായി ആഘോഷിക്കുകയാണ്. 1992 റിയോ ഡി ജനീറോയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വികസന സമ്മേളനത്തിൽ പങ്കെടുത്ത കനേഡിയൻ പ്രതിനിധി സംഘമാണ് സമുദ്രങ്ങളെ ആദരിക്കുന്നതിനായി ഒരു ദിനം എന്ന ആശയം ആദ്യമായി മുന്നോട്ടുവച്ചത്. പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷം 1998 യുനെസ്കോയുടെ ഇന്റർ ഗവൺമെന്റൽ സമുദ്രശാസ്ത്ര കമ്മീഷൻ ഔദ്യോഗിക അന്താരാഷ്ട്ര ആഘോഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. തുടർന്ന് വിവിധ പരിസ്ഥിതി സംഘടനകൾ, അംഗരാജ്യങ്ങൾ, ഗവേഷകർ എന്നിവരുടെ നിരന്തരമായ ചർച്ചകൾക്കും ഇടപെടലുകൾക്കും ശേഷം 2008 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ലോക സമുദ്രദിനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. സമുദ്രങ്ങളും സമുദ്ര ആവാസ വ്യവസ്ഥയും നേരിടുന്ന കടുത്ത വെല്ലുവിളികൾ ഉയർത്തിക്കാട്ടിയുള്ള സന്ദേശമാണ് ഇക്കഴിഞ്ഞ ലോക സമുദ്ര ദിനാചരണത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ നൽകിയത്. വിശാലമായ സമുദ്രങ്ങളിലെ മാത്രമല്ല, എല്ലാ ജലവ്യവസ്ഥകളുടെയും സ്ഥിരാരോഗ്യത്തിനുള്ള ആഹ്വാനം കൂടിയാണ് ഇത്തവണത്തെ ലോക സമുദ്രദിന പ്രമേയം. മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അനിവാര്യമാണ് സമുദ്ര സാന്നിധ്യം. കാലാവസ്ഥാ നിയന്ത്രണം, ഹരിതഗൃഹവാതകമായ കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്യൽ, മത്സ്യസമ്പത്തുൾപ്പെടെയുള്ള സമുദ്ര വിഭവങ്ങൾ തുടങ്ങിയവ സമുദ്രങ്ങളുടെ സംഭാവനയാണ്. ഭൂമിക്കാവശ്യമായ ഓക്സിജന്റെ 50% ഉൽപ്പാദിപ്പിക്കുന്നത് സമുദ്രമാണ്. മനുഷ്യർ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡയോക്സൈഡിന്റെ ഏകദേശം 30% സമുദ്രങ്ങളാണ് ആഗിരണം ചെയ്യുന്നത്. ആഗോള താപനത്തിന്റെ പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കാൻ ഇതുമൂലം സാധിക്കുന്നു. ഭൂമിയിലെ 70% ഭക്ഷണം, മരുന്ന്, മറ്റു ജീവിതോപാധികൾ എന്നിവയുടെ സ്രോതസ്സും കടൽ തന്നെയാണ്. ആഗോള വ്യാപാര നീക്കത്തിന്റെ 90% കടൽ വഴിയാണ്. വിനോദസഞ്ചാര മേഖലയുടെ നട്ടെല്ലും വരുമാനത്തിന്റെ സിംഹഭാഗവും കടലും കടലോരവും കേന്ദ്രീകരിച്ചുള്ളതാണ്. സമുദ്രം സമ്പദ് വ്യവസ്ഥയുടെ താക്കോലാണെന്നത് അതിശയകരമല്ല. 2030 ആകുമ്പോഴേക്കും സമുദ്രാധിഷ്ഠിത വ്യവസായങ്ങളിൽ ഏകദേശം 40 ദശലക്ഷം ആളുകൾ ജോലി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഭൂമിയുടെ ജൈവ വൈവിധ്യത്തിന്റെ ഭൂരിഭാഗവും സമുദ്രങ്ങളുടെ സംഭാവനയാണ്. കടൽ മാത്രമല്ല, നദികളും തടാകങ്ങളും നീർച്ചാലുകളും ഉൾപ്പെടുന്നതാണ് സമുദ്ര ആവാസ വ്യവസ്ഥ. കരയിലെ ജലവിനിയോഗം എങ്ങനെ എന്നതിൽ തുടങ്ങുകയാണ് സമുദ്ര സംരക്ഷണത്തിന്റെ പ്രഥമ ഘട്ടം. ലോക ജനസംഖ്യയുടെ 40% കടൽ തീരങ്ങളുടെ 100 കിലോമീറ്റർ ചുറ്റളവിലാണ് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ നദിയും കായലും കടലും സംരക്ഷിക്കപ്പെടേണ്ടത് മാനവരാശിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ശാസ്ത്രീയവും പൊതുജന പങ്കാളിത്തത്തോടെയും നടപ്പിലാക്കുന്ന ജല മാനേജ്മെന്റ് ശ്രമങ്ങൾ സമുദ്രങ്ങളുടെ ആരോഗ്യത്തിൽ ഗുണപരമായ സ്വാധീനം ചെലുത്തും. ജീവനുള്ളതും ഇല്ലാത്തതുമായ വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം, സമുദ്രം വ്യാപാര ഇടനാഴിയായി മാറിയത്, സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ധാതുസമ്പത്ത്, പുതിയ അവസരങ്ങൾ എന്നിവയുടെ പേരിലാണ് സമുദ്രത്തെ വെട്ടിപ്പിടിക്കാനും കൈപ്പിടിയിലൊതുക്കാനുമുള്ള നീക്കം ശക്തമായത്. വിവിധ രാജ്യങ്ങൾക്കിടയിലുണ്ടായ സമ്മർദ്ദങ്ങളും ഇടപെടലുകളും സംഘർഷത്തിലേക്ക് വഴിമാറിയതോടെ ഐക്യരാഷ്ട്രസഭ സമുദ്ര നിയമ ഉടമ്പടിക്ക് രൂപം നൽകി. സമുദ്ര അതിർത്തി നിർണയം, സമുദ്രമേഖലകളുടെ അവകാശങ്ങളും കടമകളും, സമുദ്ര പരിസ്ഥിതി സംരക്ഷണം, ശാസ്ത്ര ഗവേഷണം, സമുദ്ര സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, തർക്കപരിഹാരം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് 1982 ഐക്യരാഷ്ട്രസഭ സമുദ്ര നിയമ ഉടമ്പടി അംഗീകരിച്ചു. പിന്നീട് പലപ്പോഴായി സമുദ്ര സംരക്ഷണം, കടൽ ഗതാഗതം, കടൽക്കൊള്ള തടയൽ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒട്ടനവധി നിയമങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കുകയും സമുദ്ര പരിപാലനം പ്രഥമ പരിഗണനാ വിഷയമാക്കി ഉയർത്തുകയും ചെയ്തു. അംഗരാജ്യങ്ങൾക്കിടയിൽ 2 പതിറ്റാണ്ട് നീണ്ട ചർച്ചകൾക്ക് ശേഷം 2026 സമുദ്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ കരാർ പ്രാബല്യത്തിൽ വന്നു. ഇത് അന്താരാഷ്ട്ര സമുദ്ര നിയന്ത്രണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപകാല മുന്നേറ്റങ്ങളിലൊന്നാണ്. സമുദ്ര വിഭവങ്ങൾ, സംരക്ഷിത പ്രദേശങ്ങൾ, പാരിസ്ഥിതിക ആഘാത വിലയിരുത്തലുകൾ എന്നിവയെക്കുറിച്ചുള്ള പുതിയ നിയമങ്ങൾ വഴി സമുദ്ര ജൈവ വൈവിധ്യം വിട്ടുവീഴ്ചയില്ലാതെ സംരക്ഷിക്കുക എന്നതാണ് പുതിയ കരാറിന്റെ ലക്ഷ്യം. സമുദ്രശാസ്ത്രം മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യകരവും
കൂടുതൽ സുസ്ഥിരവുമായ ഒരു സമുദ്രത്തെ പരിപാലിക്കുന്നതിനുമായി ഐക്യരാഷ്ട്രസഭ 2021 മുതൽ 2030 വരെ സമുദ്രശാസ്ത്ര ദശാബ്ദമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമുദ്രശാസ്ത്രത്തിലെ പുരോഗതി പങ്കിടുന്നതിനും വിവിധ രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ഭാവി സമുദ്ര പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതിനുമായി ആഗോള നേതാക്കളും വിദഗ്ധരും ഒത്തുചേരുന്ന സമുദ്ര ദശക സമ്മേളനം അടുത്ത വർഷം ചേരാനിരിക്കുകയാണ്. മലിനീകരണം കുറയ്ക്കുന്നതിനും ജലത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെ ജലസംവിധാനങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വിവിധ പദ്ധതികളാണ് ഐക്യരാഷ്ട്രസഭയും ഇന്ത്യ ഉൾപ്പെടെയുള്ള അംഗരാജ്യങ്ങളും നടപ്പിലാക്കുന്നത്. കടലും നദികളും തടാകങ്ങളും നീർച്ചാലുകളും ഉൾപ്പെടെ വിശാലമായ സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള സുസ്ഥിര ജല മാനേജ്മെന്റ് രീതികളും പദ്ധതികളും ഇന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നുണ്ട്. അനിയന്ത്രിതമായ വിഭവ ചൂഷണം, മലിനീകരണം, അമിതമായ ചരക്ക് ഗതാഗതം, സമുദ്രോപരിതല താപവ്യതിയാനം, കയ്യേറ്റം എന്നിവ ലോകത്തിലെ എല്ലാ സമുദ്ര മേഖലകളും നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയാണ്. നിലവിൽ മത്സ്യസമ്പത്തിന്റെ 1/3 കൂടുതൽ അമിതമായി ചൂഷണം ചെയ്യപ്പെടുകയാണ്. മലിനീകരണമാണ് സമുദ്രമേഖല നേരിടുന്ന മറ്റൊരു കൊടിയ വിപത്ത്. കടലിലെത്തുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സമുദ്രജീവികളുടെ നാശത്തിനാണ് വഴിയൊരുക്കുന്നത്. നിരന്തരമായി ഒഴുക്കിവിടുന്ന രാസമാലിന്യങ്ങൾ കാരണം മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ഇതര ഖര ദ്രവ മാലിന്യങ്ങൾ ഇതിന് പുറമെയാണ്. മലിനീകരണം കാരണം 90% വലിയ മത്സ്യങ്ങളുടെയും വംശനാശം സംഭവിച്ചു. ഇതോടൊപ്പം 50% പവിഴപ്പുറ്റുകളും ഇല്ലാതായി. അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകമായ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ക്രമാതീതമായി ഉയരുകയും ഇതുകാരണം സമുദ്രത്തിൽ ലയിച്ചു ചേരുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് അപകടകരമാം വിധം വർദ്ധിച്ചതായും ഐക്യരാഷ്ട്രസഭയുടെ ഗവേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. സമുദ്രത്തിൽ വലിയ തോതിൽ കാർബൺ ഡയോക്സൈഡ് ലയിക്കുന്നത് വഴി കടലിന്റെ അമ്ലത ഉയരുന്നു. ഇത് സമുദ്രജീവികളുടെ നാശത്തിനാണ് വഴിയൊരുക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കാരണം ആർട്ടിക്, അന്റാർട്ടിക്, ഹിമാലയൻ മേഖലകളിലെ മഞ്ഞുരുകൽ സമുദ്ര ജലവിതാനത്തെ ഉയർത്തുകയാണ്. അടുത്ത നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തോടെ സമുദ്ര ജലവിതാനം 1 മീറ്റർ വരെ ഉയരുമെന്നാണ് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ത്യൻ സമുദ്രമേഖല ഒരേ സമയം രാജ്യത്തിന്റെ വിഭവ, പ്രതിരോധ, സാമൂഹ്യ മേഖലയുടെ കരുത്തായി നിലകൊള്ളുമ്പോൾ തന്നെ പാരിസ്ഥിതിക, സുരക്ഷാ, നിയമവിരുദ്ധ ഭീഷണികൾക്കും കാരണമാകുന്നുവെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ആഗോളതാപനം കാരണം സമീപകാലത്ത് സമുദ്രനിരപ്പ് ഉയരുന്നത് വഴി തീരമേഖലയുടെ ശോഷണത്തിനും വെള്ളപ്പൊക്കത്തിനും കടലേറ്റത്തിനും കാരണമാകുന്നു. കാലാവസ്ഥാ വ്യതിയാനം നിമിത്തം കൊടും ചൂടും ചുഴലിക്കാറ്റുകളും പതിവായി മാറുകയാണ്. സമുദ്രോപരിതലത്തിലെ ചൂട് ക്രമാതീതമായി ഉയരുന്നത് കാരണം തീരമേഖലയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഏകദേശം 500 കിലോമീറ്ററോളം തീരപ്രദേശമുള്ള കേരളവും നിരവധി സമുദ്ര സംബന്ധമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കടൽക്ഷോഭവും തിരമാലകളുടെ ശക്തിയും കാരണം തീരപ്രദേശങ്ങൾ ക്രമേണ നഷ്ടപ്പെടുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അറബിക്കടലിൽ വർദ്ധിച്ചുവരുന്ന ചുഴലിക്കാറ്റുകൾ കടൽക്ഷോഭം രൂക്ഷമാക്കുന്നു. ഇതാവട്ടെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം ദുരിതപൂർണമാക്കുകയും അവരുടെ ജീവനും സ്വത്തുക്കളും നഷ്ടപ്പെടാനും ഇടയാക്കുന്നു. തീരമേഖലയിലെ തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, മണൽത്തിട്ടകൾ, കായലുകൾ, അഴിമുഖങ്ങൾ എന്നിവയെല്ലാം വലിയ തോതിലുള്ള അപജയം നേരിടുകയാണ്. കടൽ മലിനമാകുന്നതോടെ സമുദ്രജീവികളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. ഇത് ആ ജീവജാലങ്ങളെ മാത്രമല്ല, അവയെ ആശ്രയിച്ച് കഴിയുന്ന അനേക ലക്ഷം മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങളെയും തകർക്കും. കടൽ നിരന്തരം മലിനമാക്കപ്പെടുന്നതോടെ കടൽ സൗന്ദര്യം ആസ്വദിക്കാൻ തീരമേഖലയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ വരവ് കുറയും. ഇത് തീരമേഖലയുടെ സാമൂഹ്യ ജീവിതത്തെയും ടൂറിസം വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കും. കടൽ തങ്ങളുടെ മാത്രമല്ല, വരാനിരിക്കുന്ന തലമുറയുടെ കൂടി അവകാശമാണെന്ന ബോധത്തോടെ പെരുമാറാനുള്ള സാമൂഹ്യ ബോധം സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. ഭൂമിയുടെ നിലനിൽപ്പിന് അനിവാര്യവും മനുഷ്യന് അനുഗ്രഹവുമായ പ്രകൃതിയാണ് സമുദ്രമെന്ന് കരുതി അതിന്മേലുള്ള അനിയന്ത്രിതമായ കടന്നുകയറ്റം കർശനമായി വിലക്കിയെങ്കിൽ മാത്രമേ മനുഷ്യരാശിക്ക് ഭീഷണിയില്ലാത്ത സുസ്ഥിര വളർച്ച കൈവരിക്കാൻ കഴിയുകയുള്ളൂ. മനുഷ്യന്റെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളും ആഗോള താപനവും ഗുരുതരമായ കാലാവസ്ഥാ വ്യതിയാനവും അതിരൂക്ഷമായ മലിനീകരണവും മഹാസാഗരങ്ങളുടെ ആവാസ വ്യവസ്ഥയെ അപകടത്തിലാക്കുന്നത് ലാഘവത്തോടെ കാണേണ്ട വിഷയമല്ല, മറിച്ച് അടിസ്ഥാനപരമായി മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായി കണ്ടുള്ള സമീപനവും പരിഗണനയും പരിഹാര മാർഗങ്ങളുമാണ് സ്വീകരിക്കപ്പെടേണ്ടത്. അതിനുള്ള പ്രചോദനമായി സമുദ്രദിന ചിന്തകൾ മാറട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.